ദ്രുദ്ര ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും പറമ്പിൽ ഫെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണെന്നല്ലേ. അപ്പോൾ ഇന്ന് എന്തായാലും ഒന്ന് പറമ്പിൽ ഫെസ്റ്റിന് പോയേക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ, അധികം ദൂരമൊന്നുമില്ല, ഒരു 5 മിനിറ്റ് പോരാനേ ഉള്ളൂ. അടിപൊളി റൈഡുകളും കാര്യങ്ങളൊക്കെ അവർ ഒരുക്കിയിട്ടുണ്ട്. അപ്പം അതൊക്കെ കുറച്ചും കൂടെ കഴിയും ഒന്ന് ഓണായി വരാൻ. ഒരു 6 മണിക്ക് ശേഷമേ ഉള്ളൂ അതൊക്കെ ഓണാവുള്ളൂ. കുട്ടികൾക്കായിട്ട് നല്ല കളിപ്പാട്ടങ്ങളും ഐസ്ക്രീംസും ഒക്കെ ഉണ്ട് കേട്ടോ. വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുത് മുതൽ വലുത് വരെ എല്ലാവർക്കും ഒരുപോലെ എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്നൊരു ഫെസ്റ്റാട്ടോ പറമ്പിൽ ഫെസ്റ്റ്. എന്തൊക്കെ പ്രോഗ്രാമാണ് അതത് ദിവസങ്ങളിൽ നടക്കുന്നതെന്ന് അവർ കറക്റ്റായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വണ്ടിയൊക്കെ ഒന്ന് പാർക്ക് ചെയ്ത് നേരെ മുന്നോട്ടേക്ക് നടക്കുകയാണ്. ആദ്യം ഞങ്ങളെ ലക്ഷ്യം എന്ന് പറയുന്നത് പെറ്റ് ഷോ കാണാനാണ്. അപ്പം അങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പെറ്റ് ഷോ ഒക്കെ സ്റ്റേജിൻ്റെ ആ ഒരു ഭാഗത്തേക്കായിട്ടാട്ടോ ഉള്ളത്. സ്റ്റേജിൻ്റെ ഈ ഭാഗത്ത് തന്നെയായിട്ടാണ് ഫുഡ് ഫെസ്റ്റ് നടക്കുന്നത്. അടിപൊളി ഫുഡുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ നമുക്ക് പഴയകാല മുട്ടായികളൊക്കെ അവിടെ കിട്ടും കേട്ടോ. നമ്മളെ നൊസ്റ്റു അടിപ്പിക്കുന്ന തരത്തിലുള്ള മുട്ടായികൾ, നമ്മൾ പണ്ട് കഴിച്ചുകൊണ്ടിരുന്ന മുട്ടായികളും കുലുക്കി സർബത്തും ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ മതി. അപ്പം ബാക്കിയൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇതാണ് ഞാൻ പറഞ്ഞ നൊസ്റ്റു മുട്ടായികൾ. പിന്നെ ഞങ്ങൾ നേരെ പെറ്റ് ഷോയ്ക്ക് കയറി കേട്ടോ. നോക്കുമ്പോൾ ഞങ്ങളാണ് ഇവിടെ ആദ്യം എത്തിയത്. അപ്പം അവർ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലായിരുന്നു, ഷോ സ്റ്റാർട്ടായിട്ടില്ല. അപ്പോൾ ഞങ്ങളവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. പുറത്ത് നിന്നപ്പം ഉള്ളിൽ എന്തായിരിക്കും എന്ന് കാണാൻ വല്ലാത്തൊരാകാംക്ഷയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് അത് ഓപ്പണാക്കി ഞങ്ങൾ ഉള്ളിലൊക്കെ കയറി. ഒരാൾക്ക് ടിക്കറ്റ് റേറ്റ് വരുന്നത് 50 രൂപയാട്ടോ. 50 രൂപ കൊടുത്താലും നമുക്ക് കണ്ണഞ്ചിപ്പിക്കുന്ന തരത്തിലുള്ള കാഴ്ചകളാട്ടോ ഉള്ളിൽ കയറി കാണാനുള്ളത്. കണ്ടില്ലേ, ഇഗ്വാനക്കുട്ട നോക്കുന്ന കണ്ടില്ലേ. പിന്നെ അതാ ചെറിയ ചെറിയ എലികളാട്ടോ. ഇഗ്വാനനെ അവൻ കയ്യിലെടുത്തപ്പോൾ എൻ്റെ അമ്മോ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ പുറത്തേക്ക്. പിന്നെ അതിനെ മെല്ലെ തൊട്ടൊക്കെ നോക്കിയപ്പം ജസ്റ്റ് ഒന്ന് പേടി മാറി. പക്ഷെ അത് തല വെച്ച് അനക്കുന്ന സമയത്ത് വല്ലാത്തൊരു പേടിയൊക്കെ തോന്നി. അവർ 3 പേരും കൂടെ നല്ല ഐക്യത്തോടു കൂടി ഭക്ഷണം കഴിക്കുന്നുണ്ട് കേട്ടോ. അതങ്ങനെ നോക്കി നിൽക്കാൻ തന്നെ ഭയങ്കര ഒരു സന്തോഷം. പിന്നെ എനിക്ക് ഈ നായ്ക്കുട്ടീനെ ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി കേട്ടോ. അവനെ ഞാൻ കളിപ്പിച്ചപ്പോൾ അവൻ എന്നോട് കളിക്കാനൊക്കെ വന്നു കേട്ടോ കുറച്ച് നേരം. നല്ല രസമുണ്ടായിരുന്നു അവനെ കാണാൻ. ഇവർ 3 പേരും വെറും ഭക്ഷണം കഴിപ്പ് തന്നെയാണ് കേട്ടോ. നല്ല വിശപ്പുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഇപ്പം ഇറക്കി വിട്ടാൽ കടിക്കാന്നുള്ളൊരു രൂപത്തിലാട്ടോ ഒരാൾ നോക്കി നിൽക്കുന്നത് തന്നെ. ഒരാൾക്ക് പിന്നെ തീറ്റയോട് തീറ്റ. പിന്നെ നമ്മുടെ മോയിലും കുട്ടന്മാരാട്ടോ, എന്ത് ഭംഗിയാണ് കാണാനല്ലേ. അപ്പം നമ്മൾ പൈസ കൊടുത്താലും നമുക്ക് കണ്ണിന് കുളിർമയേകുന്ന രംഗങ്ങളാട്ടോ ഇതൊക്കെ. അപ്പം 50 രൂപ എന്തായാലും മുതലാവും. നിങ്ങളെല്ലാവരും പറമ്പിൽ ഫെസ്റ്റിന് വന്നിട്ട് ഇത് പെറ്റ് ഷോ മിസ് ചെയ്യാതെ കാണുക കേട്ടോ. അവരിങ്ങനെ നോക്കുക, എന്തെങ്കിലും ചെയ്യാൻ വരികയാണോ എന്ന് പേടിച്ചിട്ടുള്ള നോട്ടാട്ടോ. പല പല നിറത്തിലും രൂപത്തിലും ഒക്കെ ഉള്ള കിളികളെ കണ്ടിട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു ഈ കിളികൾക്കൊക്കെ. തത്തയായാലും ലവ് ബേർഡ്സ് ആയാലും ചെറിയ ചെറിയ കുരുവികളായാലും ഒക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എടുത്ത് പറയാനുള്ളത് ഈ പ്രാവാട്ടോ. എനിക്ക് ഈ പ്രാവിനെ കണ്ടിട്ട് ഭയങ്കര സങ്കടം തോന്നി. അതെങ്ങനെ ഫുഡ് കഴിക്കുമെന്ന് ആലോചിച്ചിട്ടായിരുന്നു എനിക്ക് സങ്കടം. ഞാൻ അതിനെ തന്നെ കുറേ നേരം നോക്കി നിന്നു, എങ്ങനെയാണ് അത് ഭക്ഷണം കഴിക്കുകയെന്ന്. കാരണം അതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ വീർത്ത് ഇരിക്കുന്നത് കൊണ്ട് അത് വല്ലാത്തൊരു ബുദ്ധിമുട്ട് കാണുമ്പോൾ തന്നെ. പിന്നെ മുയലും കുട്ടന്മാർ എനിക്ക് ഇവനെ ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഓരോ കൂട്ടിൽ നിന്നും കണ്ട് വേറെ കൂട്ടിലേക്ക് എത്തുമ്പോൾ നമ്മൾ അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാട്ടോ നമുക്ക് കാണാനുണ്ടായിരുന്നത്. പലതരം പ്രാവുകളുണ്ട് കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ പറക്കുന്ന അണ്ണാൻ. അയ്യോ, ഇവൻ ഭക്ഷണം കഴിക്കുമ്പോൾ വലിയൊരു നോട്ടമുണ്ട് കണ്ണുകൊണ്ട്. അപ്പം ചെറുതാണെങ്കിലും ആൾ കുറച്ച് വികൃതിയെ ആണ്. ഇതാണ് തല മൂടിയും കൊണ്ടുള്ളൊരു പ്രാവ് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ഇത് നമ്മളെ വീട്ടിൽ വളർത്തുന്നേറ്റാൽ കോഴി തന്നെയാണെന്ന് തോന്നുന്നു, കോഴിക്കുട്ടികളാണ്. പിന്നെ പ്രാവുകൾ തന്നെയാണ് കേട്ടോ. ഒരുപാട് തരത്തിലുള്ള പ്രാവുകളുണ്ടായിരുന്നു കേട്ടോ. കിളിയിരിക്കുന്ന നോക്കിയാൽ നല്ല രസമുണ്ടല്ലേ കാണാൻ. ഇതിൻ്റെ ഒന്നും പേരെനിക്ക് അറിയില്ല കേട്ടോ പറഞ്ഞു തരാൻ.
എന്തായാലും നല്ലൊരു അനുഭവം തന്നെയായിരുന്നു കേട്ടോ അത്. പിന്നെ ഇവർ രണ്ടാളെ കണ്ടോ, ഇവർ രണ്ടാളും ഭയങ്കര ഒത്തൊരുമയാന്ന് തോന്നുന്നു കേട്ടോ. എപ്പോഴും ഒരുമിച്ചായിരുന്നു ഞങ്ങൾ പോരുന്നവരെ. ഇവരെ കണ്ടോ, കുറച്ച് വികൃതിയാണ്. പിന്നെ നാടൻ കോഴികളാട്ടോ അതൊക്കെ. ഇതും എല്ലാം നമ്മളെ നാട്ടിലൊക്കെ കണ്ടിട്ടുള്ള തരത്തിലുള്ള കോഴികൾ തന്നെയാണ്. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു, ഭയങ്കര ക്യൂട്ട്. പിന്നെ ഇയാളെ ഞാൻ ഹലോ ഹലോ എന്നൊക്കെ വിളിച്ചു. അപ്പോഴാണ് ഇത് മുള്ളൻപന്നീൻ്റെ കുഞ്ഞാണെന്ന് അറിയുന്നത് കേട്ടോ. എനിക്കറിയില്ലായിരുന്നു. ഉരുണ്ട് കൂടി കിടക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഹലോ ആരല്ലേ, ഹലോ കേട്ടില്ലേ? അതായിരുന്നു എൻ്റെ അവസ്ഥ. പിന്നെ ഞങ്ങൾ കയറിയ സമയം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഫുഡ് കൊടുക്കുന്നൊരു സമയം കൂടിയായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ ഫസ്റ്റ് വന്നത് ഞങ്ങളാണ്. അപ്പം ഇവർക്ക് എല്ലാവർക്കും ഫുഡ് കൊടുക്കുന്നതും കൂടെ ഞങ്ങൾക്ക് കാണാൻ പറ്റി. നോക്കുകയാണ്, എന്നെ കൊത്താൻ വേണ്ടി നോക്കുകയാണെന്ന് എനിക്കൊരു സംശയം ഇല്ലാതില്ല. ഇവരും ഭയങ്കരമായിട്ട് പേടിപ്പിക്കുന്നുണ്ട് കേട്ടോ. ആരാണ് പുറത്ത് വന്നതെന്നൊക്കെ ചോദിക്കുന്ന മാതിരി എനിക്ക് തോന്നി. കിളികൾ തന്നെ പലതരത്തിലുള്ള കിളികൾ ഒരുപാടുണ്ട് കേട്ടോ ഇവിടെ വന്നാൽ കാണാൻ നമുക്ക്. പിന്നെ ഞങ്ങളെല്ലാവരും ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ തൊട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ടില്ല കേട്ടോ. കാരണം അത്രയ്ക്കും കാണാൻ നമുക്ക് കാഴ്ചകൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. മക്കൾക്കും ഭയങ്കര ഒരു സന്തോഷമായിരുന്നു കേട്ടോ. ഇത്രയധികം കിളികളെയും മൃഗങ്ങളെയൊക്കെ അവർ ആദ്യമായിട്ടാണ് ഇങ്ങനെ അടുത്ത് കാണുന്നത്. അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് നല്ലോണം ഉണ്ടായിരുന്നു. ഇത് നമ്മളെ നാട്ടിലൊക്കെ കാണുന്ന സാധാ പൂവൻ കോഴി തന്നെയാണ് കേട്ടോ. ഈ കിളിയെ കണ്ടോ, ഭയങ്കര ക്യൂട്ടായിട്ടുണ്ടല്ലേ. തലയിലൊരു കിരീടം വെച്ച മാതിരി നല്ല രസമുണ്ട് കാണാൻ. പിന്നെയാണ് അടുത്ത ആൾ. എൻ്റെ അമ്മോ, എന്താണിപ്പോൾ ഇത് കഥ? ഈ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊന്നിനെ നേരിട്ട് കാണുന്നത്, പാമ്പിനെ. അപ്പം ആദ്യമൊന്നും ഞങ്ങളെല്ലാവരും പേടി തന്നെയാണ്. അവളോട് തൊടാൻ പറഞ്ഞപ്പോൾ അവൾക്കും ഭയങ്കര പേടിയായിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് ഇവിടെ ഉറങ്ങുന്ന 2 വീരന്മാരെ കണ്ടത് കേട്ടോ. അപ്പോൾ അത് വീഡിയോ എടുക്കാതെ പോകാനങ്ങ് തോന്നിയില്ല, നല്ല ഉറക്കത്തിലാണ്. പിന്നെ അവരെ ഏട്ടന് കയ്യിലേക്ക് പാമ്പിനെ പിടിക്കാൻ കൊടുക്കുക കേട്ടോ. അവരൊന്നും ചെയ്യുന്നൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. പക്ഷെ നമുക്ക് പേടിയാവും, കാരണം ഫസ്റ്റ് ടൈം അല്ലേ ഇങ്ങനെ. അതിനങ്ങനെ കയ്യിലിങ്ങനെ വെക്കുമ്പോൾ ഭയങ്കര അത് എഴിഞ്ഞ് പോകുമ്പോഴൊക്കെ നമുക്ക് എന്താ പറയുക, വല്ലാത്തൊരു ഫീലിംഗാണ്. പേടിയും അറപ്പും ഒക്കെ അങ്ങനെ തോന്നും കേട്ടോ. അതൊന്നും ചെയ്യുന്നില്ല, ഒന്നും ചെയ്യാൻ അത് വരുന്നോ, നമ്മൾ പേടിപ്പിക്കുന്നുമില്ല. പക്ഷെ അത് ഇങ്ങനെ നമുക്ക് എഴിയുമ്പോൾ അങ്ങനെയൊക്കെ തോന്നും. അപ്പം അങ്ങനെ ചിന്തിച്ചിട്ട് അവിടെ നിൽക്കുന്ന അവർ കണ്ടോ, കഴുത്തിലൊക്കെ ഇട്ട് നിൽക്കുന്ന. കുറച്ച് നേരം അതിൻ്റെ അടുത്ത് നിന്നപ്പോൾ അതിനെ തൊടാനുള്ള പേടിയൊക്കെ മാറി. ഇവിടെ പിന്നെ ഇഗ്വാന വന്നിട്ടോ, വേറൊരു ഇഗ്വാന. അപ്പോൾ അവന് ഫുഡൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അവർ. അവൻ്റെ നോട്ടം കണ്ടില്ലേ, ഭയങ്കര നോട്ടം. ഇതിറ്റിങ്ങൾക്ക് വെജിറ്റബിൾസ് ആട്ടോ കൊടുക്കുക, കട്ട് ചെയ്തിട്ട്. അവർ കക്കിരിയാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇഗ്വാനയ്ക്ക്. അപ്പം നമുക്കും തന്നിട്ടോ, കയ്യിൽ വെച്ച് കൊടുത്താൽ മതി, നിങ്ങൾ കൊടുത്തോളൂ എന്ന് പറഞ്ഞിട്ട്. കാരണം അവർക്ക് അത്രയും ഉറപ്പാണ് അതൊന്നും ചെയ്യൂല എന്നുള്ളത്. അങ്ങനെ അവർ വളർത്തുന്നതാണ്. പക്ഷെ നമുക്ക് പരിചയമില്ലാത്തതിനെ കൊണ്ട് നമുക്ക് അവരെ കാണുമ്പോൾ ഭയങ്കര പേടി തോന്നും. വാലൊക്കെ അങ്ങനെ തൊട്ട് വെക്കട്ടോ. വാലൊക്കെ മരം പോലെ ഉണ്ട് കേട്ടോ, തൊട്ടിട്ട് ഒരു സോഫ്റ്റ്നെസ്സും ഇല്ല, നല്ല മരമാണ്. അതിനെക്കൊണ്ടൊക്കെ ഒരു അടി കിട്ടി അവിടെ കിടക്കുമ്പോൾ അത്രയും നല്ല ശക്തിയാണ് വാലുകൾക്ക് പോലും. നോട്ടം കണ്ടില്ല അവൻ്റെ. പിന്നെ അവൻ കഴുത്തിലൊക്കെ ഇട്ട് നിൽക്കുന്ന കാണുമ്പോൾ പേടിയാവുക കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ അവൻ്റെ ചെവീൻ്റെ അടുത്ത് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. പക്ഷെ ഒന്നും ചെയ്യാനല്ല, നമുക്ക് കാണുമ്പോൾ ഒരു പേടി. നമുക്കിതൊന്നും കണ്ട് ശീലവും പരിചയമൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട്. പിന്നെ ഫുഡ് കൈ കൊണ്ട് കൊടുത്തപ്പം ആശാൻ കൈയാണ് നക്കുന്നത്, ഫുഡ് എടുക്കാനല്ല നോക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്കൊരു പേടി, കയ്യിനി കടിക്കുമോ എന്നുള്ളത്. പക്ഷെ ഒന്നും ചെയ്യില്ല കേട്ടോ, നമ്മളെ പേടി മാത്രമാണ് അത്. അപ്പോൾ എല്ലാവരും ഒന്ന് പറമ്പിൽ ഫെസ്റ്റിന് വരുന്നുണ്ടെങ്കിൽ മറക്കാതെ കാണേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ നമ്മളെ പെറ്റ് ഷോ. പിന്നെ ഞങ്ങൾ പുറത്തൊക്കെ ഇറങ്ങി എന്തെങ്കിലും കഴിക്കാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ മേടിച്ചെടുക്കാമെന്നൊക്കെ വിചാരിച്ചു. അപ്പം ഇതൊന്നും ഓപ്പൺ ആയിട്ടില്ല, അതാണ് രസം. ഇത് എഗ് റോളാണ് കേട്ടോ.
അപ്പം അത് ഭയങ്കര ട്രെൻഡിങ് ആയൊരു വിഭവം കൂടിയാണ്. അപ്പോൾ എന്തായാലും കുറച്ച് നേരം എടുക്കുമെന്ന് അവർ പറഞ്ഞു കേട്ടോ. ദ്രവണി കുറേ നേരമായി പറയുന്നത് അങ്ങോട്ടേക്ക് പോകണം അങ്ങോട്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടൊന്ന് പോയി നോക്കുക കേട്ടോ എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്ന്. ഹെഡ്സെറ്റും കുറേ ഇലക്ട്രോണിക് സംബന്ധമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ അവിടെ. പിന്നെ സ്പ്രേയും വാച്ചും ഒക്കെ ഉണ്ടായിരുന്നു കുട്ടികൾക്കുള്ള. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി ഞങ്ങൾ പിന്നെ അവിടുന്ന് തിരിച്ചു പോന്നു കേട്ടോ അവർക്ക് ഫുഡ് എന്തെങ്കിലും മേടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കാടമുട്ട ഫ്രൈ ആണ് മേടിച്ചെടുത്തത് ഒരാൾക്ക്, രണ്ടാൾക്ക്. പിന്നെ ഒരാൾക്ക് പത്തിരി പൊരിച്ചത് മതി എന്ന് പറഞ്ഞപ്പോൾ അവരിങ്ങനെ കഴിക്കുകയാണ്. ദ്രവണികേൻ്റെ സ്പെഷ്യൽ കഴിക്കലാട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവിടെ സ്റ്റേജ് പരിപാടി ആരംഭിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം തുടങ്ങുകയാണ്. അപ്പം അതിന് സ്റ്റേജിന് മുന്നിൽ നിന്നിട്ടാണ് പാടുന്നത്. അത് അവിടുത്തെ നാട്ടുകാർ തന്നെയാണ് കേട്ടോ പാടുന്നത്. പിന്നെ ഞങ്ങൾ മുളയരി പായസമൊക്കെ വാങ്ങി കുടിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ. കുടിക്കാൻ എനിക്ക് ചൂടായത് കാരണം മര്യാദയ്ക്ക് അങ്ങോട്ട് കുടിക്കാൻ പറ്റിയില്ല. പിന്നെ സ്റ്റേജിൽ പാട്ട് കേട്ട് അവൾ ഡാൻസ് കളിക്കുക കേട്ടോ. സത്യം പറഞ്ഞാൽ പറമ്പിൽ ബസാർ ഇങ്ങനെയൊരു ഫെസ്റ്റ് വെച്ചത് എന്തുകൊണ്ടും നന്നായി. കാരണം നാട്ടിൽ ഇത്രയും കലാകാരന്മാരുണ്ട് എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അത്രയ്ക്ക് നല്ലോണം പാടുന്നുണ്ട് കേട്ടോ എല്ലാവരും. ഫുഡ് ഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് തരത്തിലുള്ള ഫുഡുകളുണ്ട് കേട്ടോ, ഒരുപാട് തരത്തിലുള്ള. അപ്പം ഐസ്ക്രീംസ് ഒന്നും വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. കാരണം കഫക്കെട്ടും കാര്യങ്ങളും ഒക്കെ ആണല്ലോ ഇപ്പോഴത്തെ ക്ലൈമറ്റും അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊന്നും മേടിച്ചു കൊടുത്തിട്ടില്ല. രാത്രി ആയപ്പോഴേക്കും നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അവർ ബസാർ മൊത്തം അലങ്കരിച്ചത് കാണാൻ നല്ല ഭംഗിയിൽ അലങ്കരിച്ചിട്ടുണ്ട്, നല്ല ലൈറ്റുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട്. പിന്നെ ഞങ്ങളെ പറമ്പിൽ ബസാർ സ്വകാര്യ അഹങ്കാരമായ ആലിഞ്ചുവിടാട്ടോ അത് അവർ നന്നായിട്ട് ഒരുക്കിയിട്ടുണ്ട്. ചെണ്ടമേളമൊക്കെ കൊടുത്തിട്ട് നല്ല രസത്തിൽ അവർ ഒരുക്കിയിട്ടുണ്ട്. ഞങ്ങൾ പിന്നെ പോയത് റൈഡിൽ കയറാനാട്ടോ. അപ്പം യന്ത്രൂഞ്ഞാലും പിന്നെ ബ്രേക്ക് ഡാൻസും പിന്നെ എല്ലാം ഓണായിട്ടുണ്ട് കേട്ടോ. പിന്നെ തീവണ്ടിയും പിന്നെ ആകാശത്തോണിയും മരണക്കിണറും എല്ലാം. അപ്പം ഏതിൽ കയറും എന്നുള്ള ഡൗട്ടിലാണ് ഇരിക്കുന്നത്. യന്ത്രൂഞ്ഞാലിൽ കയറാനുള്ള എന്തായാലും അത്ര മനക്കെട്ടില്ല. അപ്പം അത് വേണ്ടാൻ തീരുമാനിച്ചു. പിന്നെ ഞങ്ങൾ ഇതിൽ കയറുമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് മക്കൾ പറഞ്ഞത് മക്കൾക്ക് തീവണ്ടിയിൽ കയറിയാൽ മതിയെന്ന്. അപ്പോൾ അവർ ടിക്കറ്റൊക്കെ എടുത്തിട്ട് അവർ 4 ആളും കൂടെ അതിൽ കയറിയിട്ടോ. എനിക്ക് ആ ബ്രേക്ക് ഡാൻസിൽ കയറണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ ഇവിടെ വരുന്ന സമയത്ത് കയ്യിൽ പൈസ കരുതി വരണം. ഗൂഗിൾ പേ ഇല്ല കേട്ടോ, ഇവിടെ ഒന്നും ഗൂഗിൾ പേ ഇല്ല. അപ്പം ഞങ്ങൾക്ക് പറ്റിയൊരു പറ്റാണ്. ഗൂഗിൾ പേ ഇല്ലാത്തതിനെ കൊണ്ട് ഞങ്ങൾക്ക് ബ്രേക്ക് ഡാൻസിൽ കയറാൻ പറ്റിയില്ല. അപ്പം ഇതിൽ കയറി, ഈ ഒരെണ്ണത്തിൽ ഞങ്ങൾ കയറി. അപ്പം നിങ്ങൾ വരുന്നവരെന്തായാലും അത് ശ്രദ്ധിക്കുക, പ്രത്യേകിച്ച് പൈസ കയ്യിൽ കരുതി വരിക കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇവർ കയറി അധികം പേടിയൊന്നുമില്ല, നല്ല സ്ലോയിലാണ് അവർ കൈകാര്യം ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ. അധികം സ്പീഡൊന്നും കൂട്ടാതെ നല്ല രീതിക്ക് കേട്ടോ അവർ അതിൻ്റെ സ്പീഡ് കൊടുക്കുന്നത്. പിന്നെ അവർ അതിൽ നിന്ന് ഇറങ്ങി ഞങ്ങളിങ്ങനെ പോരാ കേട്ടോ. അപ്പോൾ യന്ത്രൂഞ്ഞാലിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, എങ്ങനെയാണ് ഇതിൽ ആളുകൾ കയറി ഇരിക്കുന്നതെന്ന്. ഭയങ്കര ധൈര്യം, സമ്മതിച്ചു കൊടുക്കണം ശരിക്കും. പിന്നെ ഞങ്ങൾ പാനിപ്പൂരി കഴിക്കാൻ വന്നു കേട്ടോ. ആകാശത്തോണിയും പിന്നെ മരണക്കിണറൊക്കെ ഓണായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആളുകളൊക്കെ എത്തി തുടങ്ങുന്നതേ ഉള്ളൂ. ഞങ്ങൾ പാനിപ്പൂരി കഴിക്കുകയാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് സാധനം കൂടിയൊക്കെ മേടിച്ച് കഴിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ച് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും പറമ്പിൽ ഫെസ്റ്റിന് വരിക കേട്ടോ. ഫെബ്രുവരി 2-ാം തീയതി വരെ ഉണ്ട്, മറക്കാതെ വരിക. ഓരോ ദിവസം ഓരോ സ്റ്റേജ് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടെ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ.